പ്രിയമുള്ളവരെ, 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFിന്റെ വിജയം അത് എല്ലാ പ്രതീക്ഷകൾക്കും അപ്പുറമായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും കോൺഗ്രസിൻ്റെയോ UDFിൻ്റെയോ നേതാക്കന്മാർ പോലും ഇത്ര വലിയൊരു വിജയം പ്രതീക്ഷിച്ചിരുന്നില്ല. ഒരുപക്ഷേ എല്ലാ എക്സിറ്റ് പോളുകൾക്കേക്കാളും ഒക്കെ അപ്പുറത്താണ് UDF നേടിയിരിക്കുന്ന ഈ ആധികാരിക വിജയം. ഒരുപക്ഷേ ഇതിനെക്കുറിച്ച് വ്യക്തമായ സൂചന നൽകിയത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാത്രമാണ്. അദ്ദേഹം പറഞ്ഞു, 100 സീറ്റുകൾക്കപ്പുറം UDF നേടുന്ന ഒരവസ്ഥ ഉണ്ടാകും, അല്ലെങ്കിൽ അദ്ദേഹം രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്ന്. മറ്റുള്ള നേതാക്കന്മാരൊക്കെ ഒരു 75-85 സീറ്റുകൾ മാത്രമാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ അവരുടെയൊക്കെ പ്രതീക്ഷകളെ കവച്ചു വെച്ചുകൊണ്ടുള്ള വളരെ ആധികാരികമായ വിജയമാണ് UDF നേടിയത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത്രയും കൃത്യമായ പ്രവചനം നടത്തിയ VD സതീശൻ പ്രതിപക്ഷ നേതാവ്, അദ്ദേഹം അഭിനന്ദനം അർഹിക്കുന്നു എന്ന കാര്യത്തിലും ഒട്ടും സംശയമില്ല. കാരണം വളരെ കൃത്യമായി ആക്യുറേറ്റ് ആയിട്ട് രാജ്യത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ സ്പന്ദനങ്ങൾ അറിഞ്ഞുകൊണ്ടുള്ള ഒരു പ്രതികരണമായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അത് യാഥാർത്ഥ്യമായി എന്നത് തന്നെയാണ് വാസ്തവം. പ്രത്യേകിച്ചും LDFന് കുറച്ച് ജനകീയരായ MLA മാരുണ്ടായിരുന്നു. അവർക്ക് ഈ വലിയ തരംഗത്തിലും അവരുടെ സീറ്റുകളൊക്കെ ഒരു പരിധിവരെ നിലനിർത്തുവാൻ കഴിഞ്ഞു എന്നതാണ് യാഥാർത്ഥ്യം. അതല്ലെങ്കിൽ ഒരുപക്ഷെ വലിയ പരാജയം CPMന് നേരിടേണ്ടി വന്നേനെ. ഒരുപക്ഷെ 120 അതിലധികമോ ഒക്കെ സീറ്റുകൾ UDF നേടുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുമായിരുന്നു. ഞാൻ കുറച്ചധികം ഉദാഹരണങ്ങൾ പറഞ്ഞാൽ CH ഹരീന്ദ്രൻ, അതുപോലെ അരുവിക്കര MLA സ്റ്റീഫൻ, വർക്കല MLA ജോയി, അതുപോലെ അഴീക്കോട് നിന്ന് സുമേഷ്, ഇവരൊക്കെയും വളരെ ജനകീയരായ MLA മാരായിരുന്നു. അവർ പോലും വളരെ ചെറിയ വോട്ടുകൾക്കാണ് വിജയിച്ചത് എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. അഴീക്കോടൊക്കെ 429 വോട്ടുകൾക്ക് മാത്രമാണ് വിജയിച്ചത്. അങ്ങനെ ജനകീയരായ MLA മാർ പോലും CPMൻ്റെ വളരെ നിരങ്ങിയൊക്കെയാണ് വിജയിച്ചിട്ടുള്ളത് എന്ന് പറയുമ്പോൾ തന്നെ ആ ആഘാതം എത്രമാത്രം വലുതാണ് CPMനെ ഏൽപ്പിക്കുന്നത് എന്ന ഒരു യാഥാർത്ഥ്യം വ്യക്തമാകുകയാണ്. പക്ഷേ ഈ ജനകീയരായ MLA മാരൊന്നും ഇല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ CPMന് കിട്ടുന്ന ആഘാതം വളരെ വലുതായിരിക്കും എന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. നമ്മൾ ഈ പരാജയ കാരണങ്ങളൊക്കെ അന്വേഷിക്കുമ്പോൾ വ്യക്തമാകുന്ന ചില യാഥാർത്ഥ്യങ്ങളുണ്ട്. പ്രത്യേകിച്ചും കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്കൊരു യുവനിര ഉണ്ട്. കോൺഗ്രസിന് മാത്രമല്ല, UDFന്, മുസ്ലിം ലീഗിനാകട്ടെ, RSPക്കാകട്ടെ ഒക്കെ ഒരു യുവനിര അവർക്കുണ്ട് എന്നതാണ്. ഏതു പാർട്ടി കോട്ടകളും കടന്നു ചെന്ന് അവരുടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വിജയ പതാക പാറിക്കുവാൻ കഴിയുന്ന ഒരു യുവനിര UDFിലെ എല്ലാ ഘടകകക്ഷികൾക്കുണ്ട്. പ്രത്യേകിച്ച് കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ഒക്കെ ഉണ്ട് എന്നത് തന്നെയാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ച് അത് ഇപ്പോഴൊന്നും തുടങ്ങുന്നതല്ല. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഈ ജില്ലകളുടെയൊക്കെ അതിർത്തി കഴിഞ്ഞ് കണ്ണൂരിൽ നിന്ന് വന്ന KC വേണുഗോപാലിനാണ് ആലപ്പുഴയിൽ വിജയക്കൊടി പാലിച്ചിട്ടുള്ളത്. അങ്ങനെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ കോൺഗ്രസിന് ഇങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. ജില്ലകളുടെ അതിർത്തിയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് യുവ നേതാക്കന്മാർ മറ്റു ജില്ലകളിൽ പോയി വിജയക്കൊടി പാറിക്കുക എന്ന ഒരു സമ്പ്രദായമുണ്ട്. പത്തനംതിട്ടയിൽ ജില്ലക്കാരനായ പന്തളം സുധാകരൻ മത്സരിച്ച് വിജയിച്ചത് മലപ്പുറത്താണ്. അങ്ങനെ കോൺഗ്രസ് എപ്പോഴും ഇത്തരം പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട് എന്നതാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യം. ഈ ഇലക്ഷനിൽ തന്നെ എടുക്കുകയാണെങ്കിൽ ആലപ്പുഴയിൽ AT തോമസ്, അതുപോലെ ബാലുശ്ശേരിയിൽ സൂരജ്, പേരാമ്പ്രയിൽ ഫാത്തിമ തഹ്ലിയ എന്നിവരൊക്കെയും വലിയ രീതിയിൽ ഒരു യുവജന പ്രഭാവം കൊണ്ട് വിജയിച്ചു വന്ന ആളുകൾ ആണ് എന്ന കാര്യത്തിൽ സംശയമില്ല. ചിറയൻകീഴിലാണെങ്കിൽ കോഴിക്കോട് നിന്ന് വന്ന രമ്യ ഹരിദാസ്, അങ്ങനെ ഒരു നീണ്ട നിര തന്നെ UDFിൽ എടുത്തു പറയേണ്ടതുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. ഇരവിപുരത്തെത്തുകയാണെങ്കിൽ അവിടുത്തെ സ്ഥാനാർത്ഥി, അങ്ങനെ ഓരോ പാർട്ടിയും, ഇരവിപുരത്ത് മത്സരിച്ചത് RSP ആണ്. അങ്ങനെ UDFിലെ ഓരോ പാർട്ടിക്കും എടുത്തു പറയുവാൻ അത്തരം ഒരു യുവനിരയുണ്ട്. അവരുടെ റിസർവ് ബെഞ്ച് പോലും ശക്തമാണ് എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട്. ഏതു പാർട്ടി കോട്ടകളിലും കടന്നു ചെന്ന് വിജയപതാക പാറിക്കുവാൻ കഴിയുന്ന ഒരു ശക്തമായ യുവ സാന്നിധ്യം UDFിലെ ഓരോ ഘടകകക്ഷികൾക്കുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയാവുന്നത് ധർമ്മടത്ത് മത്സരിച്ച അബ്ദുൾ റഷീദാണ്. കാരണം ഏത് കുറ്റിച്ചൂലിനെ നിർത്തിയാലും 60,000-ൽ പരം വോട്ടുകൾക്ക് വിജയിക്കുന്ന ധർമ്മടം പോലെയുള്ള പാർട്ടി ഗ്രാമങ്ങളുള്ള ധർമ്മടം പോലെയുള്ള ഒരു മണ്ഡലത്തിൽ CPMൻ്റെ ക്യാപ്റ്റൻ, അവരുടെ ഏറ്റവും പരമോന്നതനായ നേതാവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ 6 റൗണ്ടുകളിൽ അബ്ദുൾ റഷീദിന് പിറകിലായിരുന്നു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കാലിബർ, അദ്ദേഹത്തിൻ്റെ ഒരു ഇലക്ഷൻ പാഠവുമൊക്കെ വ്യക്തമാക്കുന്നുണ്ട്. ഒരുപക്ഷേ UDF നേതാക്കന്മാർ കുറച്ചുകൂടി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നെങ്കിൽ, അദ്ദേഹം തന്നെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം മാധ്യമങ്ങൾക്ക് നൽകുന്ന അഭിമുഖത്തിലൊക്കെ പറയുന്നത് അദ്ദേഹത്തിന് പ്രചരണത്തിന് വരുവാൻ UDF നേതാക്കന്മാർ മടിച്ചു, അദ്ദേഹത്തിന് ആവശ്യമായ മാധ്യമ ശ്രദ്ധ കിട്ടിയില്ല എന്നാണ്. ഒരുപക്ഷെ അത് ശരിയാണ്. കാരണം മാധ്യമങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിക്കുന്ന ഒരു മണ്ഡലം എന്ന രീതിയിൽ അദ്ദേഹത്തെ മാത്രം കവർ ചെയ്തു. അബ്ദുൾ റഷീദിൻ്റെ ഒരു ഇലക്ഷൻ ഡീറ്റെയിൽസോ മറ്റോ നൽകുന്നതിന് അവർ പരാജയപ്പെട്ടു. മാത്രമല്ല കോൺഗ്രസിൻ്റെ നേതാക്കൾ ഒരുപക്ഷെ 50,000-ലധികം വോട്ടുകൾക്ക് അവിടെ കഴിഞ്ഞ പ്രാവശ്യം
പിണറായി വിജയൻ മത്സരിച്ച് വിജയിച്ചതുകൊണ്ടാവാം ഒട്ടും പ്രതീക്ഷയില്ലാത്ത ഒരു മണ്ഡലം എന്ന രീതിയിൽ ധർമ്മടത്തെ തഴഞ്ഞു കളഞ്ഞു. അല്ലെങ്കിൽ കുറച്ചുകൂടി നേതാക്കന്മാർ അവിടെ എത്തിയിരുന്ന് ഇലക്ഷൻ പ്രചരണങ്ങളിലൊക്കെ ക്രോഡീകരിച്ചിരുന്നുവെങ്കിൽ അവരുടെയൊക്കെ നേതൃത്വത്തിൽ CPM-ന്റെ ഗ്രാമങ്ങളിലേക്ക് ഒരു പ്രചരണമൊക്കെ നടത്തുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ മിക്കപ്പോഴും അവിടെ ഈ പാർട്ടി ഗ്രാമങ്ങളിലൊന്നും എതിർ സ്ഥാനാർത്ഥികളുടെ പ്രവർത്തകരെ കടന്നു വോട്ട് പിടിക്കാനൊന്നും അനുവദിക്കാറില്ല. അങ്ങനെയുള്ള പ്രദേശങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ധർമ്മടം പോലും അട്ടിമറിക്കപ്പെടാവുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഇപ്പോൾ ഉണ്ടായിരുന്നു എന്നാണ് യാഥാർത്ഥ്യം. കാരണം വെറും 14,000 വോട്ടുകൾക്ക് മാത്രമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ മത്സരിച്ച് വിജയിച്ചിട്ടുള്ളത്. ഒരു 7,000 വോട്ടൊക്കെ മറിഞ്ഞിരുന്നുവെങ്കിൽ അവിടുത്തെ ഫലം പോലും മറ്റൊന്നാകുമായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അത്രത്തോളം ശക്തമായ ഒരു യുവനിര ധർമ്മടത്ത് പോലും കടന്നു കയറി വിജയിക്കുവാൻ പറ്റുന്ന ഒരു യുവനിര കോൺഗ്രസും ലീഗിനും ഒക്കെ ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. CPM-നെ സംബന്ധിച്ച് അവരുടെ യുവനിര അത്രത്തോളം ശക്തമല്ല. നമുക്കറിയാം, നിലമ്പൂരിൽ സ്വന്തം ബൂത്തിൽ പോലും പിന്നോക്കം പോയ സൂരാജിനെ പോലെയുള്ള ഒരു യുവനിരയാണ് അവർക്കുള്ളത്. പ്രത്യയശാസ്ത്രപരമായി അവർക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ വിശദീകരിക്കാനൊക്കെ കഴിയുന്ന ആൾക്കാരുണ്ട് സുരാജിനെ പോലെ. പക്ഷേ എങ്കിൽ പോലും ജനങ്ങളുമായി അടുത്തു നിൽക്കുന്ന നേതാക്കന്മാർ ഇല്ലാതെ പോകുന്നു എന്നത് CPM-നെ സംബന്ധിച്ച് വലിയ ഒരു നഷ്ടമാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ചും CPM-ന്റെ ഒരു യുവനിരയെ ഇപ്പോൾ അവർ ഇലക്ഷന് മത്സരിപ്പിച്ചിട്ടില്ല. ചിന്താ ജെറോമും അതുപോലെ ഒക്കെയുള്ള ആളുകളെയൊന്നും അവർ മത്സരിപ്പിച്ചില്ല. പ്രത്യേകിച്ചും ആ യുവനിരയിൽ അവർക്ക് വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ എന്ന ഒരു സംശയവും നമ്മൾ പ്രകടിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് ഏറ്റവും പരമപ്രധാനമായ ഒരു യാഥാർത്ഥ്യമായി എനിക്ക് തോന്നുന്നത്. മറ്റൊന്ന്, CPM നേതാക്കന്മാരുടെയൊക്കെ ഒരു ധാർഷ്ട്യവും അവരുടെ ചില പ്രയോഗങ്ങളും ഒക്കെയും ഈ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമായി നമുക്ക് വിവക്ഷിക്കേണ്ടി വരും. ഒരു ജനാധിപത്യ രാജ്യത്തെ ജനങ്ങളാണ് ഏറ്റവും പരമോന്നതമായ ശക്തി. അവരുടെ അംഗീകരിക്കുന്ന ഒരു പ്രസ്ഥാനമെന്ന രീതിയിൽ കുറച്ചുകൂടി കാര്യക്ഷമമായി